محمد الذي وعدته. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. صلى الله على محمد وعلى آله وبارك وسلم تسليما كثيرا كثيرا. فيا أيها الناس اتقوا الله حق تقاته فقد قال الله تعالى في القرآن الكريم: يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. وقال الله تعالى: يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റബ്ബ് സുബ്ഹാനഹു വ തആലയെ തഖ്വ ചെയ്ത് സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഞാൻ ആദ്യമായി എൻ്റെ നഫ്സിനോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ തഖ്വ ചെയ്ത് ജീവിക്കുന്ന സ്വാലിഹീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ മാതാപിതാക്കളോടൊപ്പം, ബന്ധുമിത്രാദികളോടൊപ്പം, ഭാര്യസന്താനങ്ങളോടൊപ്പം, പ്രിയപ്പെട്ടവരോടൊപ്പം, നമ്മളിൽ നിന്ന് മരണപ്പെട്ടുകൊണ്ട് ഖബറിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നവരോടൊപ്പം ഒരുമിച്ച് കൂടാൻ സാധിക്കുന്ന ഭാഗ്യവാന്മാരായ അടിമകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഏറെ പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖാന്തരം നമുക്ക് നിർബന്ധമാക്കിയ ജുമാ ഖുതുബയും ജുമാ നമസ്കാരത്തിനും പങ്കെടുക്കാനാണ് ഈ പള്ളിയിൽ, ഈ സന്ദർഭത്തിൽ, ഈ സമയത്ത് ഞാനും നിങ്ങളുമെല്ലാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ജുമായിലൂടെ അള്ളാഹു ലക്ഷ്യമാക്കുന്നത് നമ്മൾ തഖ്വയുള്ള മുത്തഖീങ്ങളായി മാറാനാണ്. നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാവണം, നമ്മുടെ കർമ്മങ്ങളിൽ മാറ്റമുണ്ടാവണം, നമ്മുടെ സ്വന്തം നഫ്സിനെ നമ്മൾ സംസ്കരിച്ചെടുക്കണം, സ്വന്തം മനസ്സിനെ തസ്കിയത്ത് ചെയ്തെടുക്കണം, സ്വന്തം അമലുകളെയും പെരുമാറ്റത്തെയും ശുദ്ധീകരിച്ച് ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയാണ് എല്ലാ വെള്ളിയാഴ്ച ദിവസവും നമ്മൾ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നന്നാവാൻ ശ്രമിക്കുമ്പോൾ, മാറാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ വിലങ്ങ് തടിയായി നിൽക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട്. ഒന്നാമത്തതിനെ കുറിച്ചായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ സൂചിപ്പിച്ചത്. അത് ഹവൻ നഫ്സാണ്, നമ്മുടെ മനസ്സിൻ്റെ ഇച്ഛകൾ, നമ്മുടെ മനസ്സിൻ്റെ കൊതികൾ, നമ്മുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ. അള്ളാഹുവിന് വഴിപ്പെടാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മളെ അതിൽ നിന്ന് തടഞ്ഞു നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത നമ്മുടെ തന്നെ മനസ്സാണ്, നമ്മുടെ തന്നെ നഫ്സാണ്. അതിനെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച സവിസ്തരം നമ്മൾ സംസാരിച്ചത്. രണ്ടാമത്തത്, നമ്മുടെ നഫ്സിൻ്റെ അത്രത്തോളം സ്ട്രോങ്ങും സ്ട്രെങ്തോടുകൂടി നമ്മൾ നന്നാവാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ വിലങ്ങ് തടിയായി ഒരു ശത്രുവിനെ എന്നോളം നിൽക്കുന്ന മറ്റൊരാളുണ്ട്. ഇന്ന ശൈത്വാന ലക്കും അദുവ്വൻ ഫത്തഖിദൂഹു അദുവ്വ
അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിറിൽ കൂടി പഠിപ്പിച്ചതുപോലെ രണ്ടാമത്തെ ആള് ശൈത്താനാണ്, പിശാചാണ്. ആ ശൈത്താൻ, പിശാച് നിങ്ങളുടെ ശത്രുവാണ്. നിങ്ങൾ അവനെ ശത്രുവായിട്ട് തന്നെ കാണണം, ശത്രുവായിട്ട് തന്നെ കാണണം. ശൈത്താൻ എത്രത്തോളം നമ്മുടെ ശത്രുവും പിശാചുമാണെന്ന് മനസ്സിലാക്കാൻ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഉദാഹരണമാണ്. ഒരു റമദാൻ മാസം അവസാനിച്ചു നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഞാനും നിങ്ങളൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. റമദാൻ മാസത്തിൽ ചൂട് സമയത്തും 30 ദിവസം നോമ്പ് നോക്കാൻ നമുക്ക് വളരെ എളുപ്പമായിരുന്നു. ഖുർആൻ എടുത്തു വെച്ച് ഓതാൻ വളരെ എളുപ്പമായിരുന്നു. ഒരുപാട് സമയം പള്ളിയിൽ കഴിഞ്ഞുകൂടാൻ വളരെ എളുപ്പമായിരുന്നു. തറാവിഹ് നമസ്കാരം മണിക്കൂറുകളോളം നീണ്ടു നിൽക്കും, ഖിയാമുൽ ലൈൽ മണിക്കൂറുകളോളം നീണ്ടു നിൽക്കും. പക്ഷെ അതൊക്കെ നമസ്കരിക്കാൻ നമുക്ക് എത്ര എളുപ്പമായിരുന്നു. അതേ നമുക്ക് റമദാൻ കഴിയുമ്പോൾ ആ രീതിയിൽ ഖുർആൻ ഓതാൻ പറ്റുന്നില്ലല്ലോ. തറാവി അത്ര നിസ്കരിച്ച് നമുക്ക് 5 വക്ത് ജമാഅത്തായി പള്ളിയിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ലല്ലോ. റമദാനിൽ പകലിൽ ചൂടത്ത് നോമ്പെടുത്ത് നമുക്ക് ഈ പകലുകളിൽ പാപകർമ്മങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ സാധിക്കുന്നില്ലല്ലോ. എന്താണ്, എങ്ങനെയാണ് റമദാനിൽ മാത്രം നമുക്ക് ആ ഒരു ആവേശവും തഖ്വയും കിട്ടിയത്? റമദാൻ അത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടാത്തതിൻ്റെയും പിറകിലുള്ള ഒരൊറ്റ കാരണമേ ഉള്ളൂ. അതാണ് സാക്ഷാൽ പിശാച്, സാക്ഷാൽ ശൈത്താൻ, ഇബ്ലീസ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ, ഇദസ്തഹല്ല റമദാൻ ഉഗ്ലിഖത് അബ്വാബുൻ നാർ വഫുത്തിഹത് അബ്വാബുൽ ജന്ന വസുഫിദത് ശയാത്തീൻ. റമദാൻ മാസമായിട്ടുണ്ടെങ്കിൽ നരകവാതിലുകൾ അടക്കപ്പെടും, സ്വർഗവാതിലുകൾ തുറക്കപ്പെടും. പിശാചുക്കളെ, ശൈത്താനെ, ഇബ്ലീസിനെ സുഫിദ ചങ്ങനെ കിടപ്പെടും എന്ന് പറഞ്ഞാൽ റമദാൻ മാസത്തിൽ നമുക്ക് ശൈത്താന്റെ, ഇബ്ലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഹറാമ് ചെയ്യാനുള്ള പ്രേരണയില്ല. എന്നിട്ട് നമ്മൾ റമദാൻ മാസത്തിൽ പാപം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പിറകിലുള്ള കാരണം ആരാ? അത് നമ്മുടെ മനസ്സിന്റെ അകത്ത് തന്നെയുള്ള ഹവൻ നഫ്സാണ്. ഒന്നെങ്കിൽ ഹവൻ നഫ്സ്, നമ്മുടെ തന്നെ മനസ്സ്, അല്ലെങ്കിൽ പിശാച്. ഇത് രണ്ടുമാണ് അള്ളാഹുവിൽ നിന്ന് നമ്മളെ അകറ്റാൻ ശ്രമിക്കുന്ന നമ്മുടെ ശത്രുക്കൾ. ആ രണ്ട് ശത്രുക്കൾക്കെതിരെയാണ് നമ്മൾ പോരാട്ടം ചെയ്യേണ്ടത്. അവർക്കെതിരാണ് നമ്മൾ യുദ്ധം പ്രഖ്യാപിക്കേണ്ടത്. അവരോടാണ് നമ്മൾ മത്സരിക്കേണ്ടത്. അതിനാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പിശാചിനെ പറ്റി സംസാരിച്ച സമയത്ത് അള്ളാഹു ശൈത്താനെ, പിശാചിനെ ശപിക്കട്ടെ, നശിപ്പിക്കട്ടെ എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ആയത്തിറക്കി. അത് വെറുതെ ഇറങ്ങിയതല്ല. മനുഷ്യ സമൂഹത്തോട് പിശാചിന്, ഇബ്ലീസിന്, ശൈത്താനുള്ള പകയുടെ പിറകിലുള്ള കാരണം നമുക്കൊക്കെ അറിയുന്നതാണ്. ആദം അലൈഹി ഇസ്ലാമിന് സുജൂദ് ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു. ആ സംഭവം നിങ്ങൾക്കൊക്കെ അറിയാം. പക്ഷേ ആ സന്ദർഭത്തിൽ അതീവ ഗുരുതരമായ 3 തെറ്റുകൾ പിശാച്, ഇബ്ലീസ് വരുത്തുകയുണ്ടായി. സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചു. മലക്കുകൾ സുജൂദ് ചെയ്തു. വഇദ് ഖുൽനാ ലിൽ മലായികതി ഉസ്ജുദൂ ലി ആദമ ഫസജദൂ ഇല്ലാ ഇബ്ലീസ അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. അല്ലാഹു സുജൂദ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. മലക്കുകളെല്ലാം സുജൂദ് ചെയ്തു. ഇബ്ലീസ് സുജൂദ് ചെയ്തില്ല. അള്ളാഹുവിന്റെ കൽപ്പനയെ ധിക്കരിച്ചു, അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിച്ചു എന്നുള്ളതാണ് ശൈത്താൻ, ഇബ്ലീസ് ചെയ്ത ഒന്നാമത്തെ തെറ്റ്. രണ്ടാമത്തത്, ചെയ്ത തെറ്റിനെ ഇബ്ലീസ് ന്യായീകരിച്ചു. എന്തേ നീ ഞാൻ കൽപ്പിച്ചിട്ടും സുജൂദ് ചെയ്യാത്തത് എന്ന് ഇബ്ലീസിനോട് ചോദിച്ചപ്പോൾ ശൈത്താൻ പറഞ്ഞു, അന ഖൈറുൻ മിൻഹു ഖലഖതനി മിൻ നാരിൻ വഖലഖതഹു മിൻ തീൻ. ഞാൻ എന്തിന് ആദമിനെ സുജൂദ് ചെയ്യണം? നീ എന്നെ സൃഷ്ടിച്ചത് തീയിൽ നിന്നാണ്, അവനെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്. മണ്ണിനേക്കാൾ മഹത്തരവും പരിശുദ്ധല്ല തീ. അങ്ങനെ തീയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ഞാൻ എന്തിന് ഇബ്ലീസിന്, ആദമിനെ സുജൂദ് ചെയ്യണം? ചെയ്ത തെറ്റിനെ ന്യായീകരിച്ചു. മൂന്നാമത്തത് ഒരു തെറ്റും കൂടി ഇബ്ലീസ് ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ഭൂമി ലോകത്തുള്ള ഒരു മനുഷ്യനും ആ തെറ്റ് ഇതുവരെ ചെയ്തിട്ടില്ല. ഭൂമിയിൽ മനുഷ്യർക്കിടയിൽ അള്ളാഹുവിനോട് പങ്കു ചേർത്ത ആളുകളുണ്ട്. ഭൂമിയിൽ അള്ളാഹു ഇല്ല എന്ന് പറയുന്ന മനുഷ്യന്മാരുണ്ടായിട്ടുണ്ട്. പക്ഷെ ഭൂമിയിലുള്ള മനുഷ്യന്മാരാരും തങ്ങൾ ചെയ്ത തെറ്റിന്റെ കാരണക്കാരൻ നീയാണ് എന്ന് അള്ളാഹുവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടില്ല. അത് ഇബ്ലീസ് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിനോട് ധിക്കരിച്ചതിന്റെ പേരിൽ, അള്ളാഹുവിനോട് കിബ്ർ കാണിച്ചതിന്റെ പേരിൽ ഇബ്ലീസിനെ സ്വർഗത്തിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടുന്നു. മലായിക്കത്തുകളുടെ അധ്യാപകനാണ്, വലിയ അറിവുള്ള പണ്ഡിതനാണ്, ആട്ടിയോടിക്കപ്പെട്ടു. ആട്ടിയോടിക്കപ്പെടുന്ന സന്ദർഭത്തിൽ ഇബ്ലീസ് അള്ളാഹുവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, നീയാണ് എന്നെ വൈകേടിലാക്കിയത്. സാക്ഷാൽ അള്ളാഹുവിനോട്, റബ്ബിനോട്, സൃഷ്ടാവിനോട് അടിമയായ സൃഷ്ടിയായ ഇബ്ലീസ് പറഞ്ഞു, നീയാണ് എന്നെ വൈകേടിലാക്കിയത്. നീ കാരണമാണ് ഞാൻ വൈകേടിലാക്കിയത്, എന്റെ കുറ്റം കൊണ്ടല്ല.
ആ ഇബ്ലീസ് ഇറങ്ങിപ്പോകുന്ന സമയത്ത് അള്ളാഹുവോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഖാല ഫൈമ അഗ്വൈതനി, നീ എന്നെ വൈകേടിലാക്കി എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറഞ്ഞു, ലഅഖഉദന്ന ലഹും സിറാത്തക്കൽ മുസ്തഖീം, ഞാൻ വൈകേടിലാവാൻ കാരണക്കാരനായ ഈ ആദമില്ലേ, ആ ആദമിന്റെ സന്തതികൾ സിറാത്തുൽ മുസ്തഖീമിലേക്ക് സഞ്ചരിക്കുന്ന മാർഗത്തിൽ ഞാൻ കാത്തു കെട്ടിയിരിക്കും അവരെ വൈകേടിലാക്കാൻ. എല്ലാ നമസ്കാരത്തിലും ജുമാ നമസ്കാരത്തിൽ കൈകെട്ടിയിട്ട് നമ്മൾ ദുആ ചെയ്യുന്നത് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്നാണ്. സിറാത്തുൽ മുസ്തഖീമിൽ എത്തണം എന്നാണ്. നേരായ മാർഗം, ചൊവ്വായ മാർഗം, സ്വർഗത്തിലേക്ക് എത്തണം എന്നാണ് നമ്മൾ ദുആ ചെയ്യുന്നത്. അതൊരു യാത്രയാണ്, ഒരു വഴിയാണ്. ആ വഴിയിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ അവിടെ നമ്മൾ എത്താതെ കാത്തു കെട്ടിയിരുന്നിട്ട് അവിടെ നിന്ന് നമ്മളെ വൈകേടിലാക്കാൻ ഒരു 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 ശത്രു കാത്തു നിൽക്കുന്നുണ്ട്. അതാണ് ഇബ്ലീസ്. അവിടെ ഇബ്ലീസ് ഉപയോഗിച്ച പദം ഖഅദ എന്നാണ്. അറബിയിൽ ഇരിക്കുക എന്നതിന് വെർബായിട്ട് യൂസ് ചെയ്യുക ജലസ എന്നുള്ള പദമാണ്. എന്തുകൊണ്ട് ഇബ്ലീസ് ല അജ്ലിസന്ന എന്ന് പറഞ്ഞില്ല, ല അഖൂദന്ന എന്ന് പറയുന്നതിന്റെ പിറകിലുള്ള കാരണം തഫ്സീർ പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നുണ്ട്. ജലസ എന്ന അറബി പദത്തിന്റെ അർത്ഥം വെറുതെ ഇരിക്കുകയാണ്. പക്ഷെ ഖഅദ എന്ന് പറഞ്ഞാൽ ഒളിച്ച് കാത്തു കെട്ടിയിരിക്കും. നമ്മൾ റോട്ടിൽ കൂടി പോകുന്ന സമയത്ത് ഹെൽമറ്റ് ഇടാത്ത ആൾക്കാരെ പിടികൂടാൻ വേണ്ടി പോലീസുകാർ നിൽക്കും. അവർ നിൽക്കുക സ്ട്രൈറ്റായ റോഡിലല്ല, അവർ നിൽക്കുക വളവുകളിലാണ്, പൊന്തക്കാട്ടിന്റെ മറവുകളിലാണ്, വല്ല ബിൽഡിങ്ങിന്റെയും മറവുകളിൽ അവർ ഒളിച്ചിരിക്കും. പെട്ടെന്ന് റോഡിലേക്ക് ചാടി വീഴും. ലൈസൻസ് എവിടെ, ഹെൽമറ്റ് എവിടെ എന്ന് ചോദിക്കും. ഇതുപോലെ നമ്മൾ സന്മാർഗത്തിലേക്ക് സഞ്ചരിക്കുന്ന വഴിയിൽ ഇബ്ലീസ് കാത്തു കെട്ടിയിരിക്കും. അവന്റെ വെൽ പ്ലാനോടുകൂടിയാണ് ഇബ്ലീസ് കാത്തു കെട്ടിയിരിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇബ്ലീസ് അള്ളാഹുവോട് പറഞ്ഞത് സിറാത്തുൽ മുസ്തഖീമിൽ ഇരിക്കുമെന്നാണ്. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇബ്ലീസ് കള്ളിഷാപ്പിൽ ഉണ്ടാവൂല, വ്യഭിചരിക്കാൻ പോകുന്ന ഇടത്ത് ഇബ്ലീസ് ഉണ്ടാവൂല, പലിശ കച്ചവടം നടക്കുന്ന സ്ഥലത്ത് ഇബ്ലീസ് ഉണ്ടാവൂല. ആ സ്ഥലങ്ങളെല്ലാം ഇബ്ലീസിന്റെ ക്ഷേത്രങ്ങളാണ്, അതെല്ലാം ഇബ്ലീസിന്റെ തറവാട് വീടാണ്. മറിച്ച് ഇബ്ലീസ് എവിടെയാണ് ഉണ്ടാവുക? സിറാത്തുൽ മുസ്തഖീം. സിറാത്തുൽ മുസ്തഖീം എവിടെയാണ്? പള്ളിയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പരിശോധിക്കുന്ന സന്ദർഭത്തിലെല്ലാം കള്ളിഷാപ്പിലോ ഹറാമ് നടക്കുന്ന ഇടങ്ങളിലോ അല്ല ഇബ്ലീസ് ഉണ്ടാവുക. ഹബീബായ നബി പഠിപ്പിക്കുന്നത് ഇബ്ലീസ് ഉണ്ടാവുക, ശൈത്താൻ ഉണ്ടാവുക നിങ്ങളുടെ പള്ളികളിലാണ്, നിങ്ങളുടെ സഫുകൾക്കിടയിലാണ് ഇബ്ലീസ് ഉള്ളത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. പ്രവാചകൻ പഠിപ്പിച്ചു, അഖീമുസ് സുഫൂഫ വഹാദു ബിൽ ബനാകിം വസുദ്ദുൽ ഖലൽ വലാ തദ്റു ഫുർജാത്തിൽ ശയാത്തീൻ. നിങ്ങൾ നമസ്കാരത്തിന് നിൽക്കുമ്പോൾ നിങ്ങൾ തോളോട് ചേർന്ന് നിൽക്കണം. സഫുകൾക്കിടയിൽ വിടവ് വിടാൻ പാടില്ല. കാരണം സഫുകൾക്കിടയിൽ വിടവ് വിട്ടാൽ അവിടെ ശൈത്താൻ കയറി നിൽക്കും. എന്തിനാണ് നിസ്കരിക്കുന്ന സ്ഥലത്ത് ശൈത്താൻ വന്ന് നിൽക്കുന്നത്? അവിടെ എന്താണ് ശൈത്താന്റെ ഇബ്ലീസിന്റെ കാര്യം, ആവശ്യം എന്താണ്? അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ബാങ്ക് കൊടുക്കുന്നത് കേൾക്കുമ്പോൾ ഇബ്ലീസ് ആ ബാങ്കിന്റെ ശബ്ദം കേൾക്കുമ്പോൾ അവൻ വിളറി പിടിച്ചോടും. ആ ഹദീസിൽ കാണാൻ സാധിക്കും, വലഹു ളുറാത്തുൻ, കീവായു ശബ്ദത്തിൽ ഉണ്ടാക്കിക്കൊണ്ടായിരിക്കും ഇബ്ലീസ് ഓടുന്നത്. അത്രയും വൃത്തികെട്ടൊരു ബാങ്കിന്റെ ശബ്ദം കേൾക്കാതിരിക്കാൻ വേണ്ടി. ഒരുപക്ഷെ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് നായ്ക്കളും കുറുക്കന്മാരൊക്കെ കൂക്കുന്നത് ഒരുപക്ഷെ ഇബ്ലീസിന്റെ ഈ വിളറി പിടിച്ചുള്ള ഓട്ടം കൊണ്ടാണെന്ന് നമ്മൾ സംശയിക്കേണ്ടതുണ്ട്. പിന്നെ ഇക്കാമത്തിന്റെ സമയമാകുമ്പോൾ വരും. ഇക്കാമത്തിൽ കൊടുക്കുന്ന സമയത്ത് വീണ്ടും ഇബ്ലീസ് ഓടും. നമസ്കാരം ആരംഭിക്കുമ്പോൾ നമസ്കരിക്കുന്ന ആളുടെ അടുക്കൽ ഇബ്ലീസ് നിൽക്കും. അയാളോട് പറയും, ഇന്നത് ചിന്തിക്കുക. അങ്ങനെ ദുനിയാവിൽ ഒരിക്കൽ പോലും നമ്മളെ തലയിലേക്ക് വരാത്ത എല്ലാ ചിന്തകളും വരുന്നൊരു സ്ഥലമാണ് നമ്മുടെ നിസ്കാരത്തിൽ കൈകെട്ടി നിൽക്കുമ്പോൾ വരിക. പണ്ട് ഇരിക്കൂർ ഒരു കച്ചവടക്കാരൻ ജുമാഅത്ത് പള്ളി നിസ്കരിക്കാൻ കയറി. അസ്ര നിസ്കാരമാണ്. നിസ്കാരത്തിൽ ഇമാം അവർകൾ കാളിയാർ 3 റക്അത്ത് നിസ്കരിച്ചിട്ട് സലാം കിട്ടി. ഈ കച്ചവടക്കാരൻ പറഞ്ഞു 3 നിസ്കരിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു. മുക്രിക്കയും ബാക്കിയുള്ള എല്ലാ മാമൂമികളും പറഞ്ഞു, അല്ല 4 നിസ്കരിച്ചിട്ടെന്ന് പറഞ്ഞു. ഇമാമിന് മൊത്തം ഉറപ്പ് 4 നിസ്കരിച്ചിട്ടുണ്ട്. പിറകിലുള്ള സാധാരണക്കാരെ കച്ചവടക്കാരൻ പറഞ്ഞു 4 നിസ്കരിച്ചിട്ടില്ല, 3 നിസ്കരിച്ചിട്ടുള്ളൂ. അപ്പൊ എല്ലാവർക്കും വലിയ സംശയം, ഇയാൾ എന്താണ് ഇത്ര ഉറപ്പോടുകൂടി പറയുന്നത്? മുഅദ്ദിനും മുക്രിക്കയും കാളിയാരടക്കം പറഞ്ഞു 4 നിസ്കരിച്ചു, ഇയാൾ മാത്രം പറയുന്നു 3 നിസ്കരിച്ചിട്ടുള്ളൂ, ഒരു റക്അത്ത് കൂടി മാറ്റി നിസ്കരിക്കണം എന്ന് പറയുന്നതിന് പിറകിലുള്ള കാരണം എന്താ? അവസാനം അവർ CCTV പരിശോധിച്ചപ്പോൾ 3 റക്അത്തേ നിസ്കരിച്ചിട്ടുള്ളൂ. ആളുകൾക്കൊക്കെ ഇയാളോട് വലിയ മതിപ്പായി. ഇമാമിനും മറന്നുപോയി, കാളിയാർക്കും മറന്നുപോയി, മുഅദ്ദിനും മറന്നുപോയി, ബാക്കിയുള്ള മാമൂമികൾക്കൊക്കെ മറന്നുപോയി. സാധാരണക്കാരനായി ഈ മനുഷ്യൻ എന്ത് ഭയഭക്തിയോട് കൂടിയാണ് നിസ്കരിക്കുന്നത്, നിസ്കാരത്തിൽ എത്ര റക്അത്താണ് ഇയാൾ മാത്രം അറിഞ്ഞല്ലോ എന്ന് പറഞ്ഞ് ഇയാളോട് വലിയ ബഹുമാനം ആദരവൊക്കെ കാണിച്ചു.
അയാൾ പറഞ്ഞു, എനിക്ക് ഇരിക്കൂർ ടൗണിൽ 4 ഷോപ്പുണ്ട്. അസറിന്റെ 4 റക്കാത്തിൽ ഓരോ റക്കാത്തുകളിലും ഓരോ ഷോപ്പിൽ ഞാൻ കണക്കെടുക്കും. ഇന്നൊരു ഷോപ്പും കൂടി ബാക്കിയുണ്ട് എന്ന് പറയുന്നത് പോലെയാണ് നമ്മൾ നമസ്കാരത്തിൽ കൈകെട്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ കച്ചവടമാകട്ടെ, കല്യാണമാകട്ടെ, യാത്രകളാകട്ടെ, അതെല്ലാം നമ്മുടെ മനസ്സിലേക്ക് വെൽ പ്ലാനഡ് ആയി വരുന്നത്. അതിന്റെ പിറകിലുള്ള ഒരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ. അത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസിൽ പറയുന്നുണ്ട്. ഇബ്ലീസ് മനുഷ്യരോട് പറയും, ഉദ്കുർ കഥ, ഇതാലോചിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ നമസ്കാരത്തെ ബാത്തിലാക്കും. എന്തുകൊണ്ട്? മറ്റ് അമലുകളൊന്നും ചെയ്യുന്നിടത്ത്, സക്കാത്ത് ചെയ്യുന്നിടത്ത് ഇബ്ലീസ് ഇല്ല, നോമ്പ് നോക്കുന്നിടത്ത് ഇബ്ലീസ് ഇല്ല. എന്തുകൊണ്ട്? നിസ്കാരത്തിൽ മാത്രം ഇബ്ലീസ് വരുന്നു. അതിന്റെ പിറകിലുള്ള കാരണം, ഒരു മനുഷ്യന്റെ നമസ്കാരം മോശമായ ബാക്കിയൊക്കെ മോശം. അതാർക്കറിയാം? ഉസ്താദുൽ അസാത്തിദി എന്ന് പറയുന്ന ഇബ്ലീസിനറിയാം. ഉസ്താദുമാരുടെ ഉസ്താദ്, മലക്കുകളുടെ ഉസ്താദ് എന്ന് പറയുന്ന ഇബ്ലീസിനറിയാം. അതുകൊണ്ടാണ് മുപ്പർ നിസ്കാരപ്പായയിലേക്ക് വരുന്നത്. കാരണം നബി തങ്ങൾ പഠിപ്പിച്ചില്ലേ, നിസ്കാരം ശരിയാ, ബാക്കിയെല്ലാം ശരിയാണ്. ഒരാളുടെ നിസ്കാരം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 24 മണിക്കൂറിൽ 1 മണിക്കൂർ സമയം 5 വക്ത് നമസ്കാരം കൃത്യനിഷ്ഠതയോടുകൂടി ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഒരാൾക്ക് നമസ്കരിക്കാൻ സാധിക്കുമെങ്കിൽ സ്വാഭാവികമായിട്ടും അയാളുടെ കുടുംബ ബന്ധങ്ങൾ, അയാളുടെ ഇടപാടുകൾ, അയാളുടെ പെരുമാറ്റങ്ങൾ, അയാളുടെ സ്വഭാവങ്ങൾ, മറ്റ് കർമ്മങ്ങളൊക്കെ ശരിയാവും. അത് ശരിയാവാൻ പാടില്ല. അത് ശരിയാവാതിരിക്കണമെങ്കിൽ നിസ്കാരം മോശമാക്കിയാൽ മതി. അതുകൊണ്ടാണ് ഇബ്ലീസ് അവിടെ വരുന്നത്. ഹബീബ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു, ഇന്നഹു യറാകും ഹുവ ഖബീലുഹു മിൻ ഹൈസു ലാ തറൂനഹും. നിങ്ങൾക്കറിയാത്ത രീതിയിൽ ഇബ്ലീസിന് നിങ്ങളെക്കുറിച്ച് അറിയാം. നിങ്ങൾ അവനെ കാണുന്നില്ല, പക്ഷേ അവനും അവന്റെ കൂട്ടാളികൾക്കും നിങ്ങളെ നന്നായി കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്നഹു അദുവ്വൻ ഫത്തഖിദു അദുവ്വ. അവൻ നിങ്ങളുടെ ശത്രുക്കളാണ്, അവനെ നിങ്ങൾ ശത്രുവായിട്ട് കാണണം. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നും സദസ്സ് കൂടുന്ന സമയത്ത്, സഹാബാക്കൾ കൂടിയിരിക്കുന്ന സമയത്ത് ചെയ്യാറുള്ള ഒരു ദുആ ഉണ്ട്. അല്ലാഹുമ്മ ഖസിം ലനാ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന ദുആ. ആ ദുആയിൽ നബി തങ്ങൾ പറയുന്ന ഒരു ദുആ ആണ്, അല്ലാഹുമ്മ ജഅൽ ഫഅറനാ അലാ മൻ ളമനാ വൻസുർനാ അലാ മൻ ആദാനാ. അല്ലാഹുവേ, ഞങ്ങളുടെ യഥാർത്ഥ ശത്രുക്കളോട് ശത്രുത വെച്ച് പുലർത്താൻ ഞങ്ങൾക്ക് ശക്തി നൽകണം. നമ്മൾ പലപ്പോഴും നമ്മുടെ യഥാർത്ഥ ശത്രുക്കളോടല്ല ശത്രുത വെച്ച് പുലർത്തുന്നത്. അതെല്ലാ മേഖലയും കാണാൻ സാധിക്കും. സൗദിയുടെ ശത്രുക്കൾ ആരാ? തുർക്കിയും ഖത്തറും. തുർക്കിയുടെയും ഖത്തറിന്റെയും ശത്രുക്കൾ ആരാ? സൗദി. ആരാണ് യഥാർത്ഥ ശത്രു എന്ന് മനസ്സിലാക്കുന്നില്ല. ഇന്ത്യൻ മുസ്ലിമുകളുടെ ശത്രുക്കൾ ആരാ? ഇന്ത്യയിൽ തന്നെയുള്ള വേറെ മുസ്ലിം സംഘടനകൾ. കേരളത്തിലെ മുസ്ലിമുകളുടെ ശത്രുക്കൾ ആരാ? കേരളത്തിൽ തന്നെയുള്ള വേറെ മുസ്ലിം സംഘടനകൾ. അങ്ങനെ പരസ്പരം നമ്മൾക്കിടയിൽ നമ്മൾ ശത്രുക്കൾ ഉണ്ടാക്കുകയാണ്. നാട്ടിലാരാ ശത്രുക്കൾ? കുടുംബക്കാർ. വീട്ടിലാരാ ശത്രു? ഉപ്പയും മോനും. നമ്മൾ യഥാർത്ഥ ശത്രു ആരാണെന്ന് മനസ്സിലാക്കുന്നില്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇബ്ലീസിന്റെ ശത്രുവായിട്ട് നമ്മൾ മനസ്സിലാക്കിയില്ല. അത് വളരെ ഗുരുതരമായി കാണണം. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും അവസാനത്തെ 2 സൂറത്തുകൾ, സൂറത്തുൽ ഫലഖും സൂറത്തുൽ നാസും. മുഅവ്വിദത്തൈൻ എന്നാണ് ആ സൂറത്തിന്റെ പേര്. കാവൽ തേടുന്ന സൂറത്തുകൾ. ആ 2 സൂറത്തുകളിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് വളരെ പ്രധാനപ്പെട്ട ഗുരുതരമായ കാര്യങ്ങളിൽ നമ്മൾ കാവൽ തേടുന്നു. നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് പ്രാർത്ഥനകൾ പതിവായി ചെയ്യുമായിരുന്നു. പക്ഷെ ഈ 2 സൂറത്തുകൾ ഇറങ്ങിയതോടുകൂടി നബിതങ്ങൾ അത്തരം ദുആക്കൾ ഉപയോഗിച്ചുകൊണ്ട് കാവൽ തേടുന്നത് നിർത്തുകയും ഈ സൂറത്തുകൾ ഉപയോഗിച്ചുകൊണ്ട് കാവൽ തേടാൻ ആരംഭിച്ചു. രാത്രി ഉറങ്ങാൻ പോകുന്ന സമയത്ത്, പ്രഭാതത്തിൽ, വൈകുന്നേരത്തിലെല്ലാം ഈ 2 സൂറത്തുകൾ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവാക്കുമായിരുന്നു. നിങ്ങൾ നോക്കൂ, അതിൽ സൂറത്തുൽ ഫലഖ് എന്ന് പറയുന്ന സൂറത്തുണ്ട്. സൂറത്തുൽ ഫലഖിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 4 കാര്യങ്ങളിൽ നിന്ന് കാവൽ തേടുന്നുണ്ട്. ഒന്ന്, അള്ളാഹുവിന്റെ എല്ലാ സൃഷ്ടികളുടെയും ശത്രുതയിൽ നിന്ന്, എല്ലാ സൃഷ്ടികളുടെയും അക്രമത്തിൽ നിന്ന്, ഉപദ്രവത്തിൽ നിന്ന് കാവൽ തേടാൻ പഠിപ്പിക്കുന്നു. രാത്രി കാലങ്ങളിൽ ഉണ്ടാവുന്ന ഉപദ്രവത്തിൽ നിന്ന് കാവൽ തേടാൻ പഠിപ്പിക്കുന്നു. സിഹിർ ചെയ്യുന്ന മാരണക്കാരിൽ നിന്ന് സൂറത്തുൽ ഫലക്കിൽ കാവൽ തേടുന്നു. അസൂയാരുക്കളുടെ ഷർറിൽ നിന്ന് സൂറത്തുൽ ഫലക്കിൽ നമ്മൾ കാവൽ തേടുന്നു. ഈ 4 കാര്യങ്ങൾ നമ്മൾ വളരെ ഗുരുതരമാണ്, വളരെ അപകടമായി നമ്മൾ കരുതുന്ന കാര്യമാണ്. നമുക്ക് ദുനിയാവിൽ എന്തൊക്കെ പേടി? നമുക്ക് പാമ്പിനെ പേടിയാണ്, തേളിനെ പേടിയാണ്, ജിന്നിനെ പേടിയാണ്, ശത്രുക്കളെ പേടിയാണ്, നമ്മൾ ഉപദ്രവിക്കുന്നവരെ പേടിയാണ്. ഇതൊക്കെ നമുക്ക് പേടിയുള്ള വസ്തുക്കളാണ്. ഇവകളിൽ നിന്നെല്ലാം കാവൽ തേടാൻ വേണ്ടി സൂറത്തുൽ ഫലക്കിൽ അള്ളാഹു പറയുന്നു, ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്. പ്രഭാതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ഈ 4 കാര്യങ്ങളിൽ നിന്ന് സൂറത്തുൽ ഫലക്കിൽ അള്ളാഹു കാവൽ തേടാൻ പഠിപ്പിക്കുന്നത്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്, പ്രഭാതത്തിന്റെ രക്ഷിതാവ് തന്നെയാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ടാണ്. പക്ഷെ നിങ്ങൾ സൂറത്തുൽ നാസ് നോക്കൂ. സൂറത്തുൽ നാസിൽ അള്ളാഹു ഫലക്ക് കൊണ്ടല്ല കാവൽ തേടാൻ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ തന്നെ വേറെ ഏതെങ്കിലും സൃഷ്ടികളിൽ ഉപയോഗിച്ചിട്ടല്ല കാവൽ തേടാൻ പഠിപ്പിക്കുന്നത്. അള്ളാഹു സൂര്യന്റെ രക്ഷിതാവിനെ തൊട്ട് കാവൽ തേടാൻ പഠിപ്പിക്കുന്നു,
ചന്ദ്രന്റെ രക്ഷിതാവിനെക്കൊണ്ട് കാവൽ തേടാൻ പഠിപ്പിക്കുന്നു. എന്നാൽ സൂറത്തുൻ നാസ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തന്നെ പേര് പറഞ്ഞിട്ടാണ് കാവൽ തേടാൻ പഠിപ്പിക്കുന്നത്. അത് 3 തവണ. ഖുൽ അഊദു ബിറബ്ബിന്നാസ്, മലിക്കിന്നാസ്, ഇലാഹിന്നാസ്. അള്ളാഹുവിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 3 വിശേഷണം. അള്ളാഹു റബ്ബാണ്, രക്ഷിതാവാണ്. ഇലാഹാണ്, ആരാധ്യനാണ്. മലിക്കിന്നാസ്, അധികാരിയാണ്, ഭരണാധികാരിയാണ്. അള്ളാഹുവിന്റെ തന്നെ ഏറ്റവും വലിയ വിശേഷണമായ മലിക്ക്, ഇലാഹ്, റബ്ബ് എന്ന് പറയുന്ന വിശേഷണം പറഞ്ഞിട്ട് പിന്നെ കാവൽ തേടുന്നത് ഒരൊറ്റ വസ്തുവിൽ മാത്രമാണ്. സൂറത്തുൽ ഫലക്കിൽ 4 എണ്ണത്തിൽ നിന്ന് കാവൽ തേടാൻ കഴിയപ്പോൾ ഇവിടെ ഒരൊറ്റ വസ്തുവിൽ നിന്ന് കാവൽ തേടാൻ വേണ്ടിയാണ് അള്ളാഹുവിന്റെ 3 വിശേഷണങ്ങൾ പറഞ്ഞത്. അതെന്തായിരുന്നു? ഖുൽ അഊദു ബിറബ്ബിന്നാസ്, മലിക്കിന്നാസ്, ഇലാഹിന്നാസ്, മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്. പിശാചിന്റെ വസ്വാസിൽ നിന്ന്. പിശാച് മനുഷ്യനെ എങ്ങനെ വൈകേടിലാക്കാൻ ശ്രമിക്കുന്നു എന്നതിൽ നിന്നാണ് നമ്മൾ സൂറത്തുൽ നാസിൽ കാവൽ തേടുന്നത്. അള്ളാഹുവോട് ഇബ്ലീസ് പറഞ്ഞു, ഖാല ഫൈമാ അഗ്വൈതനി ലഅനഹുല്ലാഹ് വഖാല ലഅത്തഖിദന്ന മിൻ ഇബാദിക നസീബൻ മഫ്റൂള. അല്ലാഹുവേ, നിന്റെ അടിമകളിൽ നിന്ന് ഒരു വലിയ വിഭാഗം ജനക്കൂട്ടത്തെ എൻ്റെ അടിമകളായി ഞാൻ മാറ്റും, അവരെ ഞാൻ നരകത്തിലെത്തിക്കും എന്ന് അള്ളാഹുവിന്റെ റബ്ബിന്റെ മുമ്പിൽ നോക്കിയിട്ട് ഇബ്ലീസ് പറഞ്ഞു. അന്ന് ഇബ്ലീസ് അങ്ങനെ പറഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോൾ അള്ളാഹു അവനോട് നൽകിയ മറുപടി, ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താനുൻ ഇല്ലാ മൻ ഇത്തബഅക മിനൽ ഗാവീൻ. എന്നാൽ എൻ്റെ ചില അടിമകളുണ്ട്. ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താനുൻ, അവരുടെ മേൽ അധികാരം നേടാൻ നിനക്ക് സാധിക്കൂല. ഇല്ലാ മൻ ഇത്തബഅക മിനൽ ഗാവീൻ, ഞാൻ സൃഷ്ടിച്ച മനുഷ്യരുടെ കൂട്ടത്തിൽ ചില വിഡ്ഢികൾ മാത്രമാണ് നിന്നെ പിൻപറ്റും. ബുദ്ധിയുള്ളവർ, ഗബി എന്ന പദത്തിന്റെ അർത്ഥം വിഡ്ഢി എന്നാണ്. ബുദ്ധിയുള്ള മനുഷ്യർ നിന്നെ വഴിവിടൂല. നമ്മൾ ആലോചിക്കണം, നമ്മൾ ആരുടെ അടിമകളായി മാറണേ? നമ്മൾ ഇബ്ലീസിന്റെ, പിശാചിന്റെ അടിമയായി മാറണോ, അതല്ല അള്ളാഹുവിന്റെ അടിമകളിൽ ഉൾപ്പെടണോ എന്ന് നമ്മളാണ് ആലോചിക്കേണ്ടത്. ലഅനഹുല്ലാഹ് വഖാല ലഅത്തഖിദന്ന മിൻ ഇബാദിക നസീബൻ മഫ്റൂള. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ഇബ്ലീസ് പറയുന്നുണ്ട് എങ്ങനെയാണ് മനുഷ്യനെ വൈകേടിലാക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ലഉളില്ലന്നഹും, മനുഷ്യരെ ഞാൻ വൈകേടിലാക്കും, ലലാലത്തിലാക്കും. ലലാലത്ത് എന്ന് പറഞ്ഞാൽ സന്മാർഗത്തിൽ നിന്ന് ദൂരത്താക്കും എന്നാണ്. മനുഷ്യനെ പതിയെ പതിയെ അള്ളാഹുവിൽ നിന്ന് ദൂരത്താക്കും. മനുഷ്യൻ അള്ളാഹുവിന്റെ അടുത്താണ്, അല്ലേ? ആദം അള്ളാഹുവിന്റെ അടുത്തായിരുന്നു. ആ അള്ളാഹുവിന്റെ അടുത്തുള്ള ആദമിനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ഇബ്ലീസ് ദൂരത്താക്കിയത്. ഇബ്ലീസിന്റെ പേര് ശൈത്താൻ എന്നാണ്. അറബിയിലെ ശതന എന്ന പദത്തിന്റെ അർത്ഥം ദൂരത്തിലാക്കുക എന്നാണ്. ആരെ ദൂരത്തിലാക്കും? ഒരു റബ്ബും അടിമയും അടുത്ത് നിൽക്കുന്നുണ്ട്, ഒരു റബ്ബും മനുഷ്യനും അടുത്ത് നിൽക്കുന്നുണ്ട്. ആ അടുത്ത് നിൽക്കുന്ന അവരെ ഇബ്ലീസ്, ശൈത്താൻ വിദൂരത്തിലാക്കും. എങ്ങനെയാണ് വിദൂരത്തിലാക്കുക? ഒരൊറ്റ തെറ്റ് ചെയ്താൽ മാത്രം മനുഷ്യൻ അള്ളാഹുവിൽ നിന്ന് ദൂരത്തിലാക്കൂല, മറിച്ച് ഒരു തെറ്റിന്റെ മേൽ ഇബ്ലീസ് മനുഷ്യനെ അഡിക്റ്റ് ആക്കും. ആ പാപകർമ്മം ചെയ്ത് 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 റബ്ബിൽ നിന്ന് മനുഷ്യൻ അകന്നകന്നകന്നു പോകും. മനുഷ്യൻ റബ്ബിൽ നിന്ന് അകന്നകന്നു പോകുമ്പോൾ മനുഷ്യന് തോന്നും അള്ളാഹുവിലേക്ക് മടങ്ങി വരണം എന്ന് തോന്നും. അങ്ങനെ മടങ്ങി വരാൻ നമ്മുടെ കയ്യിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, അതാണല്ലോ തൗബ. പക്ഷെ ആ തൗബ ചെയ്യാൻ നമ്മളെ ഇബ്ലീസ് വിസമ്മതിപ്പിക്കും. അതുകൊണ്ടാണ് ശൈത്താൻ ഇബ്ലീസ് എന്നുള്ള പേര് കൂടി കിട്ടിയത്. അറബി ഭാഷയിൽ അബ്ലസ് ഇബ്ലീസ്, ഇബ്ലീസ് എന്ന പദത്തിന്റെ അർത്ഥം ഹോപ്പ് നഷ്ടപ്പെടുത്തുന്നവൻ, പ്രതീക്ഷ നഷ്ടപ്പെടുത്തുന്ന എന്നാണ്. അതായത് ശൈത്താൻ നമ്മളെ കൊണ്ട് ഒരു തെറ്റ് ചെയ്യിപ്പിക്കും, അത് പിറ്റേന്ന് ചെയ്യിപ്പിക്കും, 3-ാമത്തെ ദിവസം ചെയ്യിപ്പിക്കും, കുറേ ദിവസം ചെയ്യിപ്പിച്ച് 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 നമ്മൾ അള്ളാഹുവിൽ നിന്ന് അകലത്തിലാകും. തൗബ ചെയ്ത് അള്ളാഹുലേക്ക് മടങ്ങി വരണം എന്ന് നമ്മൾ ആഗ്രഹിക്കും. തൗബ എന്ന പദത്തിന്റെ അർത്ഥം മടങ്ങി വരിക എന്നാണ്. പക്ഷെ ആ മടങ്ങി വരാത്ത രീതിയിൽ ഇബ്ലീസ് അവന്റെ ഇബ്ലാസിന്റെ പണിയെടുക്കും. ഇബ്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോപ്പ് നഷ്ടപ്പെട്ടു, പ്രതീക്ഷപ്പെട്ടു. ഇനി ഞാൻ നന്നായിട്ട് എന്ത് കാര്യമാണ്, എനിക്കിത് നന്നാൻ പറ്റില്ല, ഇത്രയും കാലം ബടക്കായി ജീവിച്ച് ഇനി ബടക്കായി തന്നെ മരിക്കുക എന്ന് വാർദ്ധക്യത്തിൽ മനുഷ്യനോട് ഇബ്ലീസ് പറയും. ജീവിതത്തിൽ ഒരിക്കൽ പോലും നിസ്കരിക്കാത്ത ഒരു സ്ത്രീ, ഒരു വൃദ്ധയായ സ്ത്രീയുടെ അടുക്കൽ ഉപദേശിക്കാൻ വേണ്ടി, നസീഹത്ത് കൊടുക്കാൻ വേണ്ടി ഞാൻ പോയി. 2 റക്അത്ത് പോലും, ഒരു വക്ത് പോലും നമസ്കരിച്ചിട്ടില്ല. അവര് സക്കറാത്തിൽ കിടക്കപ്പായിൽ കിടക്കുകയാണ്. ഒരു ദിവസം പോയി, 2-ാമത്തെ ദിവസം പോയി. എല്ലാ ദിവസവും പോകുമ്പോഴും ഞാൻ പറഞ്ഞു 2 റക്അത്ത് ഇത്രയും കാലം ഫർളായ നിസ്കാരങ്ങളൊന്നും നിസ്കരിച്ചിട്ടെങ്കിൽ പ്രശ്നമില്ല, നിങ്ങൾ മരണപ്പെടുന്നതിന് മുമ്പ് ഒരു 2 റക്അത്ത് നിസ്കരിച്ച് അള്ളാഹുവിനോട് പറക്കലിനെ തൊടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിസ്കരിക്കാത്ത നിസ്കാരത്തിലുള്ള കുറ്റങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും.
പക്ഷേ അപ്പോഴും ആ വൃദ്ധയായ സ്ത്രീ പറഞ്ഞത്, ഏതായാലും ഇത്രയും കാലം നിസ്കരിച്ചിട്ടില്ലല്ലോ, ഇനിയിപ്പോൾ നിസ്കരിക്കാണ്ടെങ്കിൽ മരിക്കാം. ഈ ഒരു ചിന്ത ഉണ്ടാക്കി കൊടുക്കുന്നത് ഇബ്ലീസാണ്. അവർ മരണപ്പെട്ടു, അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറുടെ വിശാലമാക്കി കൊടുക്കട്ടെ. പ്രതീക്ഷ നഷ്ടപ്പെടുത്തും, അള്ളാഹുവിലുള്ള ഹോപ്പ് നഷ്ടപ്പെടുത്തും. അതാണ് ഇബ്ലീസിന്റെ പണി. ഇങ്ങനെ പല രീതിയിലാണ് മനുഷ്യൻ ഇബ്ലീസ് സമീപിക്കുക. ഒരുപാട് ഉലമാക്കളായ മഹാന്മാരായ പണ്ഡിതന്മാർ 10ഓളം രീതികൾ പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തത് ന്യായീകരണങ്ങൾ ഇട്ടുകൊടുക്കും. ഇബ്ലീസ് നമ്മളെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുക മാത്രമല്ല ചെയ്യുക, നമ്മൾ ചെയ്യുന്ന പാപത്തിന് ന്യായീകരണം ഉണ്ടാക്കും. അത് മൂപ്പര പണിയാണ്. കാരണം പാപം, തെറ്റ് ചെയ്യുക എന്നുള്ളത് മനുഷ്യപരമാണ്. നമ്മുടെ ഉപ്പയായ ആദം അലൈഹി ഇസ്ലാം തെറ്റ് ചെയ്തിട്ടുണ്ട്. അള്ളാഹു മരത്തിൽ നിന്ന് കഴിക്കരുതെന്ന് ആദമിനോട് പറഞ്ഞു, ആദം കഴിച്ചു. ആദം തെറ്റ് ചെയ്ത ആളാണ്, നമ്മളും മനുഷ്യനാണ്, നമ്മളും തെറ്റ് ചെയ്യും. പക്ഷേ ആദം അലൈഹി ഇസ്ലാം തെറ്റ് ചെയ്തപ്പോൾ ആദം അലൈഹി ഇസ്ലാം ഉമ്മയായ ഹവ്വ ബീവിയും അള്ളാഹുവോട് പൊറുക്കലിനെ തേടി. قال ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. അള്ളാഹുവേ, ഞങ്ങൾ തെറ്റ് ചെയ്തു, നീ പുറത്തു നൽകണേ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടി അള്ളാഹു അവർക്ക് പുറത്തു കൊടുത്തു. പക്ഷെ ഇബ്ലീസും തെറ്റ് ചെയ്തിട്ടുണ്ട്. ഇബ്ലീസ് എന്താ തെറ്റ് ചെയ്തത്? അള്ളാഹു സുജൂദ് ചെയ്യാൻ പറഞ്ഞു, ഇബ്ലീസ് സുജൂദ് ചെയ്തില്ല. ഇബ്ലീസ് തെറ്റ് ചെയ്തതിനു ശേഷം അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടിയില്ല, മറിച്ച് ചെയ്ത തെറ്റിനെ ന്യായീകരിച്ചു. ഞാൻ എന്തൊരു സുജൂദ് ചെയ്യണം? ഞാൻ തീയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവനല്ലേ, അവനേക്കാൾ ഉത്തമൻ ഞാനല്ലേ? അങ്ങനെ ന്യായീകരിച്ചു. നമ്മൾക്കും അങ്ങനെ സംഭവിക്കും. ഒരു ഉദാഹരണത്തിന്, നമ്മൾ ചെയ്യുന്ന ഒരു വലിയ തെറ്റാണ് കുടുംബബന്ധം മുറിക്കുക. അള്ളാഹു ഏറെ ഗൗരവമായി പഠിപ്പിച്ചാണ് കുടുംബബന്ധം മുറിക്കാൻ പാടില്ല. നമ്മൾ ആ തെറ്റ് ചെയ്യും, ആ ചെയ്യുന്ന തെറ്റിന് നമ്മൾ ന്യായീകരിക്കും. ഒന്നാലും ആ കല്യാണത്തിന് എന്നെ വിളിച്ചില്ലല്ലോ, ഒന്നുമില്ലെങ്കിൽ എത്ര കാലം ഞാൻ അവനെ പോറ്റി വളർത്തി, എന്നാലും അവൻ എന്നെ ഫോൺ വിളിച്ചില്ലല്ലോ, അവനെ കണ്ടേരൊന്ന് ചിരിച്ചില്ലല്ലോ, എന്നാലും അവൻ എന്നെ പറ്റി അങ്ങനെ പറഞ്ഞല്ലോ. അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ എങ്ങനെയാണ് ഞാൻ അവന്റെ കുടുംബത്തോട് മിണ്ടുക, സംസാരിക്കുക? നമ്മൾ തെറ്റ് ചെയ്യുക മാത്രമല്ല ചെയ്യുക, ആ ചെയ്ത തെറ്റിന് നമ്മളെ ന്യായീകരിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യുന്നത് ഇബ്ലീസാണ്. അതിലൂടെ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് നമ്മളെ ആട്ടി അകറ്റാനാണ് ഇബ്ലീസ് ശ്രമിക്കുന്നത്. ചെയ്ത തെറ്റി ന്യായീകരണം ഉണ്ടാക്കി തരിക. രണ്ടാമത്തത് മറവി ഉണ്ടാക്കുക, അലസത ഉണ്ടാക്കുക. അത് ഇബ്ലീസിന്റെ ശൈലിയാണ്. എന്താണ് അതിന്റെ കാരണം? അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാമിനോട് പറഞ്ഞു, വഇദ് ഖാല ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ. ഭൂമിയിൽ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ ഒരു പ്രതിനിധിയെ ഞാൻ ഉണ്ടാക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദം അലൈഹിസ്സലാമിനെ അള്ളാഹു സൃഷ്ടിക്കുന്നത്. ആദം അലൈഹിസ്സലാമിന് അറിയാം താൻ മനുഷ്യനെന്നറിയാം, താൻ ഇനി ജീവിക്കേണ്ടത് ഭൂമിയിലാണെന്നും ആദം അലൈഹിസ്സലാമിന് അറിയാം. പക്ഷെ ഈ രണ്ട് വസ്തുതയെയും ശൈത്താൻ ഇബ്ലീസ് മറപ്പിച്ചു. ശൈത്താൻ ആദം അലൈഹിസ്സലാമിന്റെ അടുക്കൽ പോയിട്ട് പറഞ്ഞു, ഇതാ സ്വർഗത്തിലൊരു മരം കണ്ടില്ലേ, ഈ മരത്തിലെ ഫലം കഴിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് മലക്കാവാൻ സാധിക്കും, നിനക്ക് കാലാകാലം സ്വർഗത്തിൽ ജീവിക്കാൻ സാധിക്കും, ശാശ്വതമായി ജീവിക്കാൻ സാധിക്കും. ഇബ്ലീസ് ഇത് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ആദം മറന്നു പോവുകയാണ്. എന്താ മറന്നു പോകുന്നത്? അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, നീ മനുഷ്യനാണ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അത് മറന്നുപോയി. ഇനി ജീവിക്കാൻ പോകുന്നത് ഭൂമിയിലാണെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു, അതും മറന്നുപോയി. ആ രീതിയിൽ നമ്മളെ മറപ്പിക്കും, നമ്മളെ അലസനാക്കും, നമ്മളെ മടിയനാക്കും. അത് ഇബ്ലീസിന്റെ ശൈലിയാണ്. ഒരു ഉദാഹരണത്തിന്, നമ്മൾ വിവാഹ സദസ്സിലാണുള്ളത്, ഇശാ നമസ്കാരത്തിന്റെ സമയമായി. നമുക്ക് പെട്ടെന്ന് വിവാഹ വീട്ടിന്റെ തൊട്ടടുത്തുള്ള പള്ളിയിൽ പോയിട്ട് ഇശാ നിസ്കരിക്കാം. അപ്പൊ ഇബ്ലീസ് പറയൂല, നിസ്കരിക്കണ്ടെന്ന് ഒരിക്കലും പറയൂല. ഇബ്ലീസ് പറയും, കല്യാണം കഴിയട്ടെ, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ പോകുന്ന വഴിക്ക് പള്ളിയിൽ നിന്ന് നിസ്കരിക്കാം എന്ന് പറയും. അങ്ങനെ കല്യാണം കഴിഞ്ഞ് നമ്മൾ വാഹനത്തിൽ കയറി വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയിൽ നിസ്കരിക്കാൻ ഇറങ്ങാം എന്ന് തോന്നുന്ന സമയത്ത് ഇബ്ലീസ് നിസ്കരിക്കണ്ട എന്ന് പറയില്ല. ഇബ്ലീസ് പറയുക, ഏതായാലും വീട്ടിലേക്ക് പോവല്ലേ, ടോയ്ലറ്റിലൊക്കെ പോകാനല്ലേ, ടോയ്ലറ്റിലൊക്കെ പോയിട്ട് നല്ല റാഹത്തായിട്ട് വീട്ടിൽ റാഹത്തായിട്ട് നിസ്കരിക്കല്ലേ, ഏതായാലും പള്ളി ജമാഅത്തൊക്കെ കഴിഞ്ഞു എന്ന് ഇബ്ലീസ് പറയും. അങ്ങനെ വീട്ടിൽ നമ്മൾ എത്തുമ്പോൾ ഇബ്ലീസ് മറപ്പിച്ചിട്ടുണ്ടാവും, നിസ്കാരം മറപ്പിച്ചിട്ടുണ്ടാവും. ഇശാ നിസ്കരിച്ചു എന്നുള്ള വിചാരത്തിൽ നമ്മൾ കിടന്നിറങ്ങും. പിറ്റേ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ആലോചിക്കുക, അല്ലാ ഇന്നലെ ഇശാ നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് നമ്മൾ ആലോചിക്കുക. ആ രീതിയിൽ നമ്മളെ അലസനാക്കി, മടിയനാക്കി നമ്മളെ മറപ്പിക്കുന്നത് ഇബ്ലീസിന്റെ ഒരു തന്ത്രമാണ്. ഒളിന്നന്നഹും തുടർന്ന് ഇബ്ലീസ് പറഞ്ഞു, പോലെ ഉമന്നിയന്നഹും, മനുഷ്യരെ കൊണ്ട് ഞാൻ വ്യാമോഹങ്ങളും കൊതികളും താല്പര്യങ്ങളും ഉണ്ടാക്കും. ആദം അലൈഹി ഇസ്ലാമിനെ പറ്റിച്ച് എങ്ങനെയാണ്? ആദം അലൈഹി ഇസ്ലാമിനെ പറഞ്ഞു, ഈ മരം കണ്ടില്ലേ, ഈ മരത്തിന് ഫലം കഴിച്ചിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിൽ കാലാകാലം ജീവിക്കാം, നീ മനുഷ്യനല്ല, നിനക്ക് മലക്കാവാം. അങ്ങനെ വ്യാമോഹങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടാണ് ആദം അലൈഹി ഇസ്ലാമിനെ കൊണ്ടും ഹവ്വാ ബീവിയെ കൊണ്ടും ആ പഴം കഴിപ്പിക്കുന്നത്. അങ്ങനെ തന്നെയാണ് നമ്മളോട് ഇബ്ലീസ്. അങ്ങനെയാണ്. ഉദാഹരണത്തിന്, ഗൾഫിൽ നിന്ന് നമ്മൾ മടങ്ങി വന്നു, നമ്മുടെ കയ്യിൽ 50 ലക്ഷം രൂപയുണ്ട്. 50 ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ട് നാട്ടിലൊരു പുതിയ പ്രോജക്റ്റ് തുടങ്ങാമെന്ന് നമ്മൾ പ്ലാൻ ചെയ്തു.
ഒരു മാള് തുടങ്ങാം, ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാം, ഒരു പുതിയ ബിസിനസ് തുടങ്ങാം. അപ്പൊ ഇബ്ലീസ് നല്ല അടുക്കൽ വരും. 50 ലക്ഷം കൊണ്ട് ഇത്ര സ്ക്വയർ ഫീറ്റ് അല്ലേ നിനക്ക് ഉണ്ടാക്കാൻ പറ്റും? ഒരു 50 ലക്ഷം കൂടി ഒപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് കുറച്ചും കൂടി വലിയ സ്ക്വയർ ഫീറ്റ് ഉണ്ടാക്കാം, കുറച്ചും കൂടി വലിയ രീതിയിൽ നീ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന പ്രോജക്റ്റ് തുടങ്ങാം. അപ്പൊ 50 ഇല്ലാലോ. അപ്പൊ ഇബ്ലീസ് പറയും, ഒരു കാര്യം ചെയ്യ്, നിന്റെ കയ്യിൽ അത്യാവശ്യം സ്വത്തില്ല, സ്ഥലമില്ല, സ്വന്തം വീടില്ലേ, ആ വീട് നീ ബാങ്കിൽ വെക്ക്, എന്നിട്ട് ഒരു 50 ലക്ഷം കൂടി ലോൺ എടുക്ക്. അപ്പൊ 1 കോടി, ആ 1 കോടി കൊണ്ട് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ 1 കോടി കൊണ്ട് സ്റ്റാർട്ട് ചെയ്യും. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് അടക്കണമല്ലോ, ബാങ്കുകാർ വെറുതെ പൈസ തരില്ലല്ലോ. അപ്പോഴായിരിക്കും നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു ആഘാതം സംഭവിക്കുക, ബിസിനസ് മേഖലയിൽ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുക, അതായത് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും തകർച്ച വരിക. 1 കോടി അങ്ങനെ തന്നെ നശിച്ചുപോയി. നമ്മളപ്പോൾ ചുറ്റിലും നോക്കും, എല്ലാം ശരിയാവും, എല്ലാം ഓക്കെയാവും, അടിപൊളിയാകും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആവേശം കയറ്റി ഇളക്കി വിട്ട് ഇബ്ലീസിനെ കാണൂല. അതാണ് ഇബ്ലീസിന്റെ ശൈലി. ഇബ്ലീസിന്റെ സ്വഭാവമായിട്ട് ഖുർആൻ പറയുന്ന ഒരു കാര്യമാണ്, ചെയ്യുന്ന കാര്യം അടിപൊളിയാണ്, ഉഷാറാണ് എന്ന് തോന്നിപ്പിക്കും. പക്ഷെ നമ്മൾ കുളം തോണ്ടുന്ന സമയത്ത്, തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ആ ഇബ്ലീസിനെ കാണൂല. അതാണ് ഇബ്ലീസിന്റെ ഒരു ശൈലി. തുടർന്ന് ഇബ്ലീസ് പറയാണ്, സൂറത്തുൽ അറാഫിൽ എങ്ങനെയാണ് മനുഷ്യനെ ഇബ്ലീസ് വൈകേടിലാക്കുന്നത് ഇബ്ലീസ് തന്നെ പറഞ്ഞു തരികയാണ്. ആ ആയത്തിൽ 120 മുതലുള്ള ആയത്താണ്. ആ ആയത്തിൽ 2 തവണ കൽപ്പിക്കും എന്ന് പറയുന്നുണ്ട്. മനുഷ്യനോട് കൽപ്പിക്കും. മനുഷ്യനോട് തിന്മ ചെയ്യാൻ മാത്രമല്ല ഇബ്ലീസ് കൽപ്പിക്കുക, നല്ലത് ചെയ്യാൻ കൽപ്പിക്കും. ഖുർആൻ എങ്ങനെയുള്ളത്? അവിടെ പറഞ്ഞത് കാലികളുടെ ചെവി കീറാൻ വേണ്ടി കൽപ്പിക്കും. കാലികളുടെ ചെവി കീറുക പഴയ കാലഘട്ടങ്ങളിൽ, ജാഹിലിയ കാലഘട്ടങ്ങളിൽ എല്ലാം ആരാധനയുടെ ഭാഗമായിട്ടാണ് കാലികളുടെ ചെവി കീറുക. അതൊന്നും വിഷയത്തിൽ കടക്കുന്നില്ല, സമയം വളരെ പരിമിതമാണ്. നല്ല കാര്യം ചെയ്യാൻ ഇബ്ലീസ് കൽപ്പിക്കും. അതെങ്ങനെയാണ്? എല്ലാവരെയും കൊണ്ട് ഇബ്ലീസ് കള്ളു കുടിപ്പിക്കുകയും ഹറാമ് ചെയ്യിപ്പിക്കുക മാത്രമല്ല ചെയ്യുക. ചില ആൾക്കാരെ ഇബ്ലീസ് 4 മണിക്ക് എഴുന്നേൽപ്പിക്കും, തഹജ്ജുദ് നിസ്കരിപ്പിക്കും. 1 മണിക്കൂർ സമയമൊക്കെ തഹജ്ജുദ് നിസ്കരിക്കും. സുബഹി ജമാഅത്ത് കൃത്യം പള്ളിയിൽ വരും, സുബഹി നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കും. ഇതൊക്കെ ചെയ്യിപ്പിച്ചത് അള്ളാഹ് ചെയ്യിപ്പിച്ചല്ലോ കേട്ടോ, ഇബ്ലീസാ ചെയ്യിപ്പിക്കുന്നത്. എന്തിനാന്ന് പിന്നെ വയ്യ മനസ്സിലാവും. സുബഹി നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇശ്റാഖ് വരെ പള്ളിയിൽ കഴിഞ്ഞുകൂടി, ദിക്റുകളിലൊക്കെ കഴിഞ്ഞുകൂടി അയാൾ പള്ളിയുടെ പുറത്തിറങ്ങിയിട്ട് പറയും, ഈ നാട്ടിലുള്ള മനുഷ്യർ എന്ത് മോശം മനുഷ്യർ, ഒരു പള്ളി വരാത്ത എത്ര നമുക്ക് ഒരാളും നല്ല മനുഷ്യന്മാരില്ല. അയാളെ കണ്ടില്ല അയാൾ പള്ളി വരത്തില്ല, ഇയാളെ കണ്ടില്ല ഇയാൾ പള്ളി വരത്തില്ല. ഈ രീതിയിൽ ഇയാളെ കൊണ്ട് ചെയ്യിപ്പിച്ചത് ഇബ്ലീസാണ്. ഇബ്ലീസ് മനുഷ്യരെ അങ്ങനെ സമീപിക്കും. മഹാനായ ഷിറാസി റഹ്മത്തുള്ളാഹി അദ്ദേഹം പറയുന്നൊരു സംഭവമുണ്ട്. ഞാനൊരു ചെറുപ്പത്തിൽ ഒരിക്കലും ഉപ്പാന്റെ കൂടെ തഹജ്ജുദ് നമസ്കരിക്കാൻ എഴുന്നേറ്റു. ഉപ്പാന്റെ കൂടെ നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് തൊട്ടടുത്തുള്ള അയൽവാസിയുടെ വീട്ടിൽ ലൈറ്റ് കത്തിയില്ല. ഞാൻ ഉപ്പയോട് പറഞ്ഞു, ആ അയൽവാസി എന്ത് മോശം മനുഷ്യരാണ്, തഹജ്ജുദ് അള്ളാഹു ഇത്ര നല്ല പുണ്യകർമ്മമായി പഠിപ്പിച്ച കാര്യമാണ്, അത് നിസ്കരിക്കാതെ അവർ കടന്നുറങ്ങുന്ന കണ്ടില്ലേ എന്ന് ഞാൻ ഉപ്പയോട് പറഞ്ഞു. ഉപ്പ എന്നോട് പറഞ്ഞു, മോനെ ഇന്ന് നീ തഹജ്ജുദ് നിസ്കരിക്കണ്ട, നീ പോയി ഉറങ്ങിക്കോ, കാരണം നീ ഉറങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഈ രീതിയിൽ ചില ആളുകളെ കൊണ്ട് അള്ളാഹു സൽക്കർമ്മങ്ങൾ ചെയ്യിപ്പിച്ചവരെ മോശക്കാരാക്കും. ബാറിന്റെ മുതലാളിയാക്കി മാത്രമല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല ആളുകളെ വൈകീടിലാക്കുക. ചില ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മഹല്ല് പ്രസിഡന്റ് ആക്കും, മുസ്ലിം സംഘടനകളുടെ നേതാക്കന്മാരാക്കും, ആലിമീങ്ങളാക്കും, പണ്ഡിതന്മാരാക്കും. പക്ഷെ അതൊക്കെ ആക്കുന്ന കൂട്ടത്തിൽ അവർക്ക് പൊങ്ങച്ചുണ്ടാവും, അവർക്ക് കിബ്റുണ്ടാവും, ദുസ്വഭാവം ഉണ്ടാവും, അഹങ്കാരം ഉണ്ടാവും. ഇതൊക്കെ ഇബ്ലീസ് ഇട്ട് കൊടുക്കും. അങ്ങനെ ഇബ്ലീസ് വൈകീടിലാക്കും. തുടർന്ന് ഖുർആൻ പറയുന്നു, ഇബ്ലീസ് പറയുന്നു, എത്രത്തോളം ഞാൻ മനുഷ്യനെ ആക്കുമെന്നറിയുമോ? മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ച കോലത്തിൽ നിന്ന് അവരുടെ കോലം മറിക്കുന്ന രൂപത്തിലേക്ക് ഞാൻ എത്തിക്കും. ഖുർആനിലെ ആ ആയത്തിന് നമ്മൾ മുമ്പ് കാലങ്ങളിലൊക്കെ അർത്ഥം വെച്ചത് മനുഷ്യർ ശരീരത്തിൽ പച്ചകുത്തുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടിപ്പിൽ കോലമാറ്റം വരുത്തലാണ്. പുരികം വടിച്ചു കളയുന്ന നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചിട്ടുണ്ട്. അത് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ മാറ്റം വരുത്തലാണ്. മുമ്പ് കാലങ്ങളിലൊക്കെ ആ അർത്ഥമാണ് വെച്ചെങ്കിൽ ഇബ്ലീസ് അതിനേക്കാൾ ഗുരുതരമായ അവസ്ഥയിലേക്ക് മനുഷ്യ സമൂഹത്തെ എത്തിച്ചു. ഇന്ന് കേരളക്കരയിൽ പോലും ആണായി ജനിച്ച ഒരുപാട് പേര് ജെൻഡർ സർജറി ചെയ്തിട്ട് പെണ്ണായി മാറുന്നുണ്ട്. അള്ളാഹു നൽകിയ ലിംഗാവയവം മുറിച്ചു മാറ്റി പെണ്ണായി മാറുന്നു. പെണ്ണായി ജനിച്ച ആളുകൾ ആണായി മാറുന്നു. അതിനുവേണ്ടിയുള്ള സർജറികൾ നമ്മുടെ ഹോസ്പിറ്റലുകൾ നടക്കുന്നുണ്ട്. അവർ മെഡിസിൻ ഉപയോഗിക്കുന്നു. ആണായി ജനിച്ച മനുഷ്യൻ പെണ്ണായി മാറുന്നു. ആ മെഡിസിൻ കഴിക്കുന്നതോടുകൂടി അവന്റെ ശബ്ദം പെണ്ണിന്റെ ശബ്ദമായി മാറും. ശരീരത്തിലെ രോമങ്ങളും താടിയിലെ രോമങ്ങളൊക്കെ ഉതിർന്നു പോകും. പെണ്ണായി ജനിച്ച മനുഷ്യർ ആണായി മാറുന്നു. ആ ഗുളിക മെഡിസിൻ കഴിക്കുന്നതോടുകൂടി അവന്റെ ശബ്ദം ആണിന്റെ ശബ്ദമായി മാറും.
സ്ഥലങ്ങളില്ലാത്ത മുലകളില്ലാത്ത ആണുങ്ങൾക്ക് സ്ഥലങ്ങളും മുലകളും വളർന്നു വരും. ഈ രീതിയിൽ മനുഷ്യനെ പ്രാകൃതമായ ഏറ്റവും വൃത്തികെട്ട കോലത്തിലേക്ക് എത്തിക്കാൻ സാധിച്ച ഒരു കിരാത ജീവിയാണ് ഇബ്ലീസ്. ഇത് കണ്ട് ഇബ്ലീസ് ചിരിക്കുകയാണ്. നമ്മൾ ബുദ്ധി കൊണ്ട് ആലോചിച്ച് നോക്കൂ, ആണായി ജനിച്ചൊരു മനുഷ്യൻ പെണ്ണായി മാറുകയാണ്. 16-18 വയസ്സാകുമ്പോൾ അയാൾക്ക് തോന്നാണ് ഇത്രയും കാലം ആണായി ജീവിച്ചില്ലേ, ഇനി പെണ്ണായി ജീവിക്കാം എന്ന് തോന്നിയിട്ട് മാറുകയാണ്. ആ രീതിയിൽ മനുഷ്യന്റെ മസ്തിഷ്കത്തെ പ്രക്ഷാളനം ചെയ്ത് മനുഷ്യനെ നശിപ്പിക്കാൻ കൈവരുതുള്ള ആ ഇബ്ലീസിനോട് ഖുർആൻ പറഞ്ഞ പോലെ ഇന്ന ശൈത്വാന ലക്കും അദുവ്വൻ ഫത്തഖിദു അദുവ്വ, ശൈത്താൻ നിങ്ങളുടെ ശത്രുവാണ്. ആ ശത്രുവിനെ ശത്രുവായി കണ്ടുകൊണ്ട് പൊരുതുന്നിടത്താണ് നമ്മുടെ യുദ്ധം എടുക്കുന്നത്. നമ്മുടെ ഏറ്റവും വലിയ യുദ്ധം 2 വസ്തുക്കളോടാണ്. ഒന്ന് നമ്മുടെ മനസ്സിന്റെ ഇച്ഛകളോടാണ്, രണ്ടാമത്തത് പിശാചിനോടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പിശാചിന്റെ ശർറുകളിൽ നിന്ന്, നമ്മുടെ മനസ്സിന്റെ വ്യാമോഹങ്ങളിൽ നിന്ന്, നമ്മുടെ മനസ്സിന്റെ ഹവൻ നഫ്സിൽ നിന്ന് നമ്മളൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ സാധിക്കുന്ന സ്വാലിഹീങ്ങളായ അടിമകളിൽ അള്ളാഹു നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെയും നമ്മുടെ മക്കളെയും നമ്മുടെ ഭാര്യസന്താനങ്ങളെയും എല്ലാം ശൈത്താന്റെ എല്ലാ ശർറുകളിൽ നിന്ന്, ഫിത്ന ശുറൂറുകളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹിൽ കരീമിൽ മഅബൂദ് വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹുർ റഹീം